കണ്ടീഷനിൽ നമുക്ക് കൊപ്ര കട്ടറിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം, കൊപ്ര കട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ റിലീസ് വരുന്നത് ഇങ്ങനെയാ. കൊപ്ര ഈ സാധനം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഇത് ഏറ്റവും വലിയ രസം, നമ്മുടെ രസകരമായ ഒരു സംഭവം എന്താണെന്നറിയോ? ഇപ്പൊ ഇത് ഓണാ ഈ മെഷീൻ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, സൗണ്ടില്ല. തൊട്ടപ്പുറത്ത് നമ്മളിരുന്ന് വർത്താനം പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഹീറ്റ് നിന്ന് ചാർജിങ് ആയാൽ സ്റ്റാർട്ടിങ്ങിൽ മാത്രം, അതായത് ഏറ്റവും വലിയ രസകരമായ സംഭവം, നമ്മൾ രാവിലെ വന്ന് ഒരു 9 മണിയൊക്കെ എത്തുന്ന സമയത്ത് സ്റ്റാർട്ടിങ് ആയാൽ, ആ സ്റ്റാർട്ടിങ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വർക്ക് തുടങ്ങി കഴിഞ്ഞാൽ വിതിൻ 5 അല്ലെങ്കിൽ 6 സെക്കൻഡ് വ്യത്യാസത്തിൽ ഇതിൽ നിന്നും വളരെ സ്മൂത്തായിട്ട് വെളിച്ചെണ്ണ നിമിഷ നേരം കൊണ്ട്. സാധാരണ എക്സ്പെല്ലറിലൊക്കെ 1 ടൈം, 2nd ടൈം, 3rd ടൈം, 3 ടൈം നമ്മൾ വർക്ക് ചെയ്യണം. ഇത് പക്ഷേ ഒരൊറ്റ ടൈമിൽ നമ്മൾ ഇതിന്റെ വെളിച്ചെണ്ണ ഒറ്റ ടൈം കൊണ്ട് ഏകദേശം 65-70% വെളിച്ചെണ്ണ നമുക്ക് കിട്ടും. പിണ്ണാക്ക് ഈ സൈഡിൽ ഒരാൾക്ക് ശല്യമില്ലാതെ വീഴും. ഇതിന്റെ ഇടയ്ക്ക് ഒരു മീറ്റിംഗ് ഇതിന്റെ ഒപ്പം നടന്നു പോയാൽ പോലും ഒരാളും അറിയില്ല ഇതിന്റെ വർക്കായി നടന്നുകൊണ്ടിരിക്കണം. നമ്മള് എന്ത് തോന്നുന്നു ഷിബുവിന്? അതിന്റെ അല്ല, ഏറ്റവും വലിയ രസകരമായ ഒരു സംഭവം ഇത്രയും പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാല്, ഇതിപ്പോ നമ്മളിവിടെ നിന്ന് വർത്താനം പറയുന്നുണ്ട്. സാധാരണ ഇങ്ങനെയാണോ മറ്റുള്ള മെഷീനറികൾ വർക്ക് ചെയ്യുമ്പോൾ ഒച്ചപ്പാട്? ഒരാഴ്ച നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള റൂമുകാരൻ സ്വാഭാവികമായിട്ട് കംപ്ലൈന്റുമായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പോകും. അവിടെ ഭയങ്കര ശല്യമാണ്, ഒച്ചപ്പാടാണ്, ഞങ്ങൾക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ? സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ലക്ഷ്മി ഇൻഡസ്ട്രീസ് എക്യുപ്മെന്റ്സിന്റെ സ്ഥാപനവുമായി ഒന്ന് ബന്ധപ്പെടാനും ഇന്നിവിടെ വരാനും ഈ മെഷീനറിയെ കാണാനും, ഇത് ഏറ്റവും വലിയ രസകരമായ മറ്റൊരു സവിശേഷതയുണ്ട്.